ഹലോ മക്കളെ, വിഷ്ണുമായ ടീച്ചറാണ്. അപ്പോൾ അടിപൊളിയായി നമ്മൾ ആനുവൽ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നത്. ഈ പരീക്ഷ കഴിയുന്നതോടുകൂടെ നമ്മൾ 10ാം ക്ലാസ്സിലാണ്. നമുക്കത് ഓർമ്മ വരുന്നില്ല എങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ നിരന്തരം ഇനി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. നമ്മൾ പലപ്പോഴും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല, കുറേ ആളുകളൊക്കെ എങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിച്ച് പരീക്ഷ എഴുതുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ 10ാം ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതിയോ? നമ്മളൊരു വലിയ കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന എന്താണ്? അതിൻ്റെ അടിത്തറയാണ് അല്ലേ, ബേസ് ആണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്നായി പഠിച്ചു കഴിഞ്ഞാലും ബേസ് ശരിയല്ലെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുന്നൊന്നും ചിലപ്പോൾ ശരിയാവാതെ വരും അല്ലേ. അപ്പോൾ നമ്മൾ 100% എഫേർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ അത്രയധികം ആത്മാർത്ഥമായി പഠിച്ചിട്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല ഇത്രയും കാലം നമ്മൾ ഇത്രയും നല്ല മാർക്കോട് കൂടെ പാസ്സായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നല്ല ബേസൊക്കെ പഠിച്ച് അല്ലെ ആ ഒരു രീതിയിൽ പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മാറ്റം നമ്മുടെ മാർക്കിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെറുതെ അങ്ങ് പഠിച്ച് പാസ്സാവുക എന്ന് പറയുന്നത് നമ്മുടെ ഇനി വരുന്ന SSLC ടെക്സ്റ്റ് ബുക്ക് മാറി, നിങ്ങൾക്കറിയാം ചോദ്യത്തിൻ്റെ പാറ്റേണുകൾ മാറി, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളോട് കൂടെയാണ് നമ്മൾ 10ാം ക്ലാസ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ 2027 എന്ന് പറയുന്ന വർഷം നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് വളരെ പ്രധാനപ്പെട്ടൊരു വർഷമാണ്. അപ്പോൾ ആ വർഷത്തെ നമ്മൾ ഏറ്റവും കോൺഫിഡൻസോടു കൂടെ ആത്മവിശ്വാസത്തോടു കൂടെ നേരിടാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തുടക്കം മുതൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ച് പഠിക്കുന്ന ഒരു കുട്ടി തീർച്ചയായും പരീക്ഷയുടെ 24 മണിക്കൂർ മുന്നേ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയേക്കാൾ എന്തുകൊണ്ടും ബഹുദൂരം മുമ്പിലായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രിയപ്പെട്ട എല്ലാ ടീച്ചേഴ്സും ഇവിടെ റെഡിയാണ്. നമുക്ക് ലൈവുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാളാണ്, ഇങ്ങനെ പുതിയ സാധ്യതകളുമായിട്ട് ഒരുപാട് മടിയുള്ള ആളുകളാണ്. എപ്പോഴും നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്കും ആ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതിന് ഞങ്ങളിവിടെ റെഡിയാണ്. പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് എന്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും സമയം കളയരുത് അല്ലേ. നമ്മുടെ വെക്കേഷനൊക്കെ അടിപൊളിയൊക്കെ ആക്കണം, നമ്മൾ എൻജോയ് ചെയ്യുകയൊക്കെ വേണം. അതിൻ്റെ കൂടെ എന്താണ് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇത്തരം സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി അടിപൊളിയായി നേരത്തെ തന്നെ ബേസ് ഉറപ്പിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക.